ആമേൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ, ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ. നമുക്ക് അവനോട് പറയാം, അങ്ങ് മാറാത്തവൻ, അങ്ങ് മാറാത്തവൻ. യേശു മാറാത്തവനായതുകൊണ്ടാണ് ഇന്ന് രാവിലെയും നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ കൃപ എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. ഇന്നും എന്നും കൂടെയുള്ളവൻ അനുദിനത്തിൽ നമ്മെ നടത്തുന്നതിനായി നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. തന്റെ കരുണ എത്രയോ വലിയതാണ്, തന്റെ സ്നേഹം എത്രയോ വിശിഷ്ടമാണ്. നമ്മുടെ ലംഘനങ്ങളെ അകറ്റിക്കളഞ്ഞ്, ഹല്ലേലൂയ, പാപക്കടങ്ങളെ ക്ഷമിച്ച് നമ്മെ നീതീകരിച്ചവന്റെ മക്കളാക്കി തീർത്തത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങ് മാറാത്തവൻ, അങ്ങ് മാറാത്തവൻ, അങ്ങ് മാറാത്തവൻ, അങ്ങ് മാറാത്തവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും എന്നേക്കും അനന്യൻ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ പാടിയതുപോലെ അങ്ങ് മാറാത്തവനായതുകൊണ്ട് രാവിലെ ഞങ്ങളുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരിച്ചതിനായി സ്തോത്രം. അനുദിനത്തിൽ ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം. വീഴാതവണ്ണം ഞങ്ങളെ അങ്ങ് നിർത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ വചനങ്ങൾ തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തി പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോട് ഇരുപ്പാൻ കൃപ ചെയ്താട്ട്. അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ സാറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു നിന്ന്, 2 കൊണ്ട് കാൽപാദം മൂടി അന്യോന്യം അവർ പറയുന്നത്, കർത്താവേ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഞങ്ങളെന്നാൽ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ധൈര്യത്തോട് വരുവാൻ തക്കവണ്ണം പുത്രത്വം എന്ന പദവി ഞങ്ങൾക്ക് നൽകി തരുവാൻ അങ്ങയുടെ പുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയോട് ഇന്ന് രാവിലെ പറയുന്നു, അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ആ പരിശുദ്ധ സന്നിധിയിൽ കർത്താവെ ഭക്തിയോടെ ആയിരിക്കാൻ ഞാൻ കൃപ ചെയ്താട്ടെ. ഇന്നത്തെ ശുശ്രൂഷകളെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വചനത്തിലൂടെ, ഞങ്ങളുടെ ദാസനിലൂടെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, പ്രാഗൽഭ്യത്തോടെ നിന്ന് പങ്കെടുപ്പാൻ കൃപ ചെയ്താട്ടെ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണം. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മളെ കർത്താവ് കൂട്ടിവരുത്തി. ഈ കഴിഞ്ഞ വീക്കെൻഡിൽ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമയം ചെലവഴിപ്പാൻ, വചനം ശ്രവിപ്പാൻ, ആശ്വാസം പ്രാപിപ്പാൻ, പ്രത്യാശ വർദ്ധിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു. ഇന്ന് രാവിലെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. ഒരുമിച്ച് ഒരു നിമിഷം എഴുന്നേരുന്ന ഒരു സങ്കീർത്തന ഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 66-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. പ്രതിവാക്യമായിട്ടല്ല, ചേർന്ന് വായിക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സാം നമ്പർ 66. താങ്ക് യു ലോർഡ്. സർവഭൂമിയുമായുള്ളവേ, ദൈവത്തിന് ഘോഷിക്കുവിൻ. അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിക്കുവിൻ. അവൻ്റെ സ്തുതി മഹത്വീകരിപ്പീൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും.
സർവഭൂമി നിന്നെ നമസ്കരിച്ച് പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവീൻ. വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ. അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കുവീൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ഇത് നമ്മുടെ സാക്ഷ്യമാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആദ്യത്തെ 3 വാക്യങ്ങളിൽ ചെയ്യുവാനായി പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷൗട്ട് ജോയ്ഫുള്ളി. ദൈവത്തിന് എന്ത് ചെയ്യണം? ഘോഷിക്കണം. 2, സിംഗ് ദ ഗ്ലോറി ഓഫ് ഹിസ് നെയിം. അവന്റെ നാമത്തിന്റെ മഹത്വത്തെ എന്ത് ചെയ്യണം? കീർത്തിക്കണം. 3, മേക്ക് ഹിസ് പ്രൈസ് ഗ്ലോറിയസ്. അവന്റെ സ്തുതി എന്ത് ചെയ്യണം? മഹത്വീകരിക്കണം. അടുത്തത്, നാം ദൈവത്തോട് പറയണമെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവമേ, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവ്വഭൂമി നിന്നെ നമസ്കരിച്ച് പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവീൻ. നാം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കാനായി കടന്നു വന്നിരിക്കുന്നത്. നാം അന്യോന്യം പറയും. നമ്മുടെ സാക്ഷ്യവചനങ്ങളിലൂടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കും. അതേസമയം തന്നെ ഹൃദയംഗമായി ദൈവത്തോട് പറയാം, ദൈവമേ, നീ പരിശുദ്ധൻ, നീ വലിയവൻ, നിന്റെ പ്രവൃത്തികൾ ഭയങ്കരമാണ്, ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും, നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നുവെന്ന് ദൈവത്തോടൊന്ന് പറയാമോ? ഹല്ലേലൂയ. രാവിലെയും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവൻ നമ്മോട് കാണിച്ച ഏറ്റവും വലിയ പ്രവൃത്തി എന്താണെന്നൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ തൻ്റെ പുത്രനെ അയച്ച്, പുത്രന്റെ നീതിയുടെ വസ്ത്രം നമ്മെ ഉടുപ്പിച്ച്, നമ്മെ അവന്റെ സന്നിധിയിൽ മക്കളെന്ന പദവിയോടെ നിർത്തിയതെന്ന് ഓർക്കാതെ പോകരുതെന്ന് രാവിലെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം പാടുന്ന പാട്ടുകളൊക്കെ ഭക്തന്മാർ എഴുതിയ പാട്ടാ. എന്നാൽ അവന് കേൾക്കേണ്ടത് നമ്മുടെ പാട്ടാ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവനോട് പറയാം, കർത്താവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ വർണ്ണിക്കുന്നു, അങ്ങയുടെ പ്രവൃത്തി എത്രയോ ഭയങ്കരമെന്ന് ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ഒരുപക്ഷെ പാട്ടിന്റെ വരികളെല്ലാം അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയമായി ദൈവത്തോട് പറയാമല്ലോ, ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ചിന്തയോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്കായി. ദൈവമേ, നീതൻ സൂനുവെ പാപിയെ ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. അന്ധകാരമെൻ അന്തരിംഗത്തെ ബന്ധനം ചെയ്തടിനെ
അന്ധകാരം നമ്മുടെ അന്തരംഗത്തെ ബന്ധനം ചെയ്ത സമയത്ത് അവിടുത്തെ ആത്മാവിനാൽ നമ്മെ പുനരുജ്ജീവിപ്പിച്ച് കേട്ട വചനം വിശ്വസിപ്പാൻ കൃപ ചെയ്ത് നീതീകരിച്ച് നമ്മെ അവരുടെ സരത്തിലേക്ക് മക്കളുടെ പദവിയോട് നിർത്തിയ അവിടുത്തെ സ്നേഹത്തെ നമുക്ക് നോർക്കാം, അവിടുത്തെ കരുണയെ നമുക്ക് നോർക്കാം. അതുകൊണ്ട് പാട്ടുകാരോട് ചേർന്ന് പാടാം. ഞാൻ പാടി സ്തുതിക്കും, ഞാൻ അവരെ പാടി സ്തുതിക്കും, സ്തോത്രഗീതങ്ങളാൽ ഞാൻ അവരെ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you, Lord. We thank you, Lord. We thank you, Lord. Hallelujah, hallelujah, hallelujah. Praise you, Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. Hallelujah, 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 hallelujah. We thank you, Lord. We thank you, Lord. Hallelujah. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, പാപയാഗമാക്കി. ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന ധൈര്യത്തോടെ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനും ദൈവമേ അങ്ങ് പരിശുദ്ധനെന്ന് പറയുവാനും ഒരൊറ്റ കാര്യം, എനിക്ക് പകരമായി ഒരുവൻ യാഗമായി. ആ സ്നേഹത്തെ നമുക്ക് നോർക്കാം. ആ ദൈവസ്നേഹം അത് ചൊല്ലാൻ നമുക്കാവില്ല, അത് വർണ്ണിച്ച് തീർപ്പാൻ നമുക്ക് നാവില്ല. ആഴിയിലും ആഴം ആ ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലെ ഏറെ ഉയരമുണ്ട് അതിനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഒരു ഗാനം കൂടെ പാടി അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസ്നേഹം ചൊൽവാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ലെനിക്ക്. ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ലെനിക്ക്. ആഴിയിലുമാഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലുമാഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ലെനിക്ക്. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ലെനിക്ക്. ഓ ആഴിയിലുമാഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലുമാഴം ദൈവത്തിന്റെ
ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിനുയരം. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. അവൻ ദൈവസ്നേഹം ചൊല്ലുവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. അമ്മ മറന്നാലും മറന്നിടാത്ത അനുഭവ സ്നേഹം, അതുല്യ സ്നേഹം. അമ്മ മറന്നാലും മറന്നിടാത്ത അനുഭവ സ്നേഹം, അതുല്യ സ്നേഹം. അനുദിനമേകി അവനിലെന്നെ അനുഗ്രഹിച്ചിടും അവന്റെ സ്നേഹം. അനുദിനമേകി അവനിലെന്നെ അനുഗ്രഹിച്ചിടും അവന്റെ സ്നേഹം. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ലെനിക്ക്. ദൈവസ്നേഹം ഹല്ലേലൂയ, വർണ്ണിച്ചതു തീർക്കാനാവില്ലെനിക്ക്. അലയുകില്ല അലിവുള്ള നാഥൻ അരികിലുണ്ട്. അലയുകില്ല അലിവുള്ള നാഥൻ അരികിലുണ്ട്. വലവിടമെന്നും വലയമായി നിന്നും വല്ലഭനേകും ബലമതുല്യം. വലയമണിന്ന് വലയമണിന്ന് വല്ലഭനേകും ബലമതുല്യം. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. അവൻ ദൈവസ്നേഹം ചൊല്ലുവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. സ്വന്തപുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ. സ്വന്തപുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ. ഓ അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ. അന്തമില്ല കാലം സ്തുതി പാടിയാലും, യെസ് ലോർഡ്, അന്തമില്ലാത്ത കാലം സ്തുതി പാടിയാലും അങ്ങ് കാട്ടിയ അങ്ങയുടെ സ്നേഹത്തിനത് ബദലാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹം. ധ്യാനത്തോടെ എന്ന് പാടാമോ? ഹല്ലേലൂയ. സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹം എന്നിൽ ചൊരിഞ്ഞു അവൻ. എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ. അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ. അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊല്ലുവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ല എനിക്ക്. ഓ അഴിയിലുമാഴും ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിനുയരം. അഴിയിലുമാഴും ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിനുയരം. ഓ അഴിയിലുമാഴും ദൈവത്തിന്റെ സ്നേഹം കുന്നുകൾ ആഴിയിലുമാഴും അവൻ അഴിയിലുമാഴും ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിൽ. സ്നേഹത്തിന്റെ ആഴം, ആ സ്നേഹത്തിന്റെ നീളം, ആ സ്നേഹത്തിന്റെ വീതി, അതിന്റെ ഉയരം, അത് വർണ്ണിപ്പാറില്ല. അത് അധികമാണ്. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, we praise you Lord. അടിയിലും ആഴം, കുന്നുകളിൽ ഉയരം, അതിന്റെ വീതി നീളമാണ് ആർക്കും കഴിയില്ല. അത്രയ്ക്ക് വലിയ സ്നേഹത്താൽ, നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. Praise you Lord. Hallelujah, 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 hallelujah. We love you Lord, we love you Lord. We worship you Lord. ഞങ്ങളെ ആരാധിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. ആമേൻ, ആമേൻ.
we praise you, we praise you, we praise you, we praise you, we praise you. Hallelujah, 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 hallelujah. Oh, we praise you, we praise you, we praise you, we praise you, we praise you. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ താളം നിർത്തുന്നതല്ല ആരാധന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഹൃദയംഗമമായാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അവനെ നമുക്ക് സ്തുതിക്കാം, അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അവൻ വലിയവൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ. Hallelujah. We praise you, we praise you, we praise you, we praise you, we praise you. We thank you, Lord. We worship you, Lord. ആരാധനയ്ക്ക് യോഗ്യനായവന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭക്തിയോടെ തുടർന്നും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ ദാസൻ ജെയ്സൺ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെ പാടുവാൻ ഒരു അവസരം കർത്താവേ. സ്വന്തം പുത്രനെയും ബലി തരുവാൻ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോട് സ്നേഹം തോന്നിയതിനായി അന്തമില്ലാത്ത കാലം സ്തുതി പാടിയാലും മതി വരികയില്ലല്ലോ, ബദലാകില്ലല്ലോ കർത്താവേ. ദൈവസ്നേഹം ഞങ്ങളുടെ മേലെ മഴയായി പെയ്തിറങ്ങുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായി യോഗ്യതയില്ല കർത്താവേ, യോഗ്യതയില്ല കർത്താവേ. എങ്കിലും ആ സ്നേഹം ചൊരിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർച്ചതിനായി നന്ദി കർത്താവേ. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നപ്പാ. അതിയോടൊന്നും അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ മറച്ചാട്ടുക. അങ്ങ് നാമത്തെ ഉയർത്തുവാൻ, പാടുവാൻ, ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, വചനത്തിൽ കേൾക്കുവാൻ എല്ലാം ഞങ്ങളെ സഹായിച്ചാണ്. ശുഭാനഗദാസനെ അഭിഷേകം ചെയ്താണ്. നന്ദിയോടും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്താട്ടെ. എല്ലാ ശുശ്രൂഷകളും തിരുനാമം മഹത്വം എടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബിഫോർ ഐ ഗോ ഫർദർ, ഐ ഇൻവൈറ്റ് അവർ ചിൽഡ്രൻ ഫോർവേഡ്. Psalms 90 verse 1. Lord, you have been our dwelling place in all generations. For me and my house will serve the Lord. Joshua 24:15. Philippians 2 verse 10 and 11. That at the name of Jesus every knee should bow, in heaven and on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father. Then Peter begins to speak. I now realize how true it is that God does not show favoritism, but accepts from every nation the one who fears him and does what is right. Acts 10 verse 34 and 35. Philippians 2 verses 10 and 11. That at the name of Jesus every knee should bow in heaven and on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father.
Romans 15, verse 1. For we who have strength ought to bear the weaknesses of those without strength and not just please ourselves. Job 36, verse 22. Behold, God is exalted by his power. Who teaches like him? With God, all things are possible. മക്കൾ ദൈവം നൽകുന്ന ദാനമാണ്. Every good gift and perfect gift comes from above. നല്ല ദാനങ്ങളെ തരുന്ന കർത്താവാണ്. നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ശ്രേഷ്ഠന്മാരാണ്. ആ നിലയിൽ അവരെ ഒന്ന് കാണണം. ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നവരായി ദൈവനാമത്തിന് മഹത്വത്തിന് അവരായിരിക്കുവാൻ കർത്താവിൻ്റെ അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സാമുവൽ ജോഷുവ പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുങ്ങൾ ചിലരൊക്കെ സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുത്തവരാ. അവരുടെ കുരുന്ന് ഹൃദയങ്ങളിൽ തിരുവചനം ആഴമായി പതിച്ചപ്പോൾ കർത്താവിനോട് ചേരുവാൻ അവർക്ക് താല്പര്യമുണ്ട്. ഈ തീരുമാനങ്ങളൊന്നും വൃഥാവല്ല. അവരുടെ തീരുമാനം നിൽപ്പാൻ അവർ കൃപ കൊടുക്കേണ്ട. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. സ്തോത്രം. Thank you, Lord. സ്തോത്രം. Amen. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഡാലസിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, കാനഡയിൽ നിന്ന് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യയുണ്ട് സൂമിൽ. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് സൂക്ഷിക്കട്ടെ. നമ്മുടെ ഓസ്റ്റിൻ ഫാമിലി ഇവിടെയുണ്ട്, മനു ആൻഡ് ഫാമിലി. കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. ചില നാളുകൾക്ക് ശേഷമാണ് വന്നത്. ഈ വർഷം കഴിഞ്ഞതിന് മുമ്പ് വന്നല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഡാലസിൽ നിന്ന് ജസ്റ്റിനെന്തിയാ മോളെ? കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ നാട്ടിൽ പോയവരൊക്കെ മടങ്ങി വന്നു. ദൈവമായ കർത്താവ് അവരെ സൂക്ഷിക്കുന്നു. ജോളി സിസ്റ്റർ നാട്ടിലായിരിക്കുന്നു. ബാക്കി പിന്നീട് ഞാൻ പറയാം. ബാക്കി പ്രാർത്ഥന വിഷയങ്ങൾ സൂമിലാർക്കെങ്കിലും ഒരു വാക്കിൽ ദൈവം ചെയ്യുന്ന നമ്മെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ, വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വേറൊരു സബ്ജക്റ്റിൽ ഞാനിത് സംസാരിച്ചിട്ടുണ്ട്. ലൂക്കോസ് 7 അതിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. 38 മാത്രം വായിക്കുന്ന ഇംഗ്ലീഷിൽ. ആൻഡ് stood at his feet behind him, weeping, and she began to wash his feet with her tears and wiped them with the hair of her head. And she kissed his feet
and anointed them with the fragrant oil. ഈ വിഷയത്തെ ആസ്പദമാക്കി chosen to change the atmosphere. അതല്ല ഇന്നത്തെ, അത് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് നമ്മളും ആകാം. ഈ രാവിലെ നാം ഇവിടെ ആയിരിക്കുന്ന ഇവിടെയുള്ള സാഹചര്യത്തിൻ്റെ വ്യത്യാസം വരാൻ വേണ്ടി ഇന്ന് സുപരിതമായ ഒരു ടോപ്പിക് തന്നെ എഴുതും. അറ്റ് ഈസ് ഫീറ്റ് ഓർക്കുന്നുണ്ടല്ലോ, യേശുവിൻ്റെ തൃപ്പാദത്തിൽ. ജോണി മാറ്റിയാലോ? യേശുവിൻ്റെ തൃപ്പാദം. എന്തുവാ യേശുവിൻ്റെ തൃപ്പാദം എന്ന് പറഞ്ഞാൽ? അവൻ്റെ സാന്നിധ്യം അത്രയേ ഉള്ളൂ. പാദത്തിനടുത്ത് വരാതെ പാദത്തിൽ ചുംബിക്കാൻ പറ്റുമോ? So come near to him. ദൈവ സാന്നിധ്യമാണ് യേശുവിൻ്റെ തൃപ്പാദം എന്ന് പറയുന്നത്. ഈ പകല് ആരംഭം മുതലേ ആരാധനയിലും പ്രാർത്ഥനയിലും സാക്ഷ്യവാചകങ്ങളിലും തിരുവചനം ധ്യാനിക്കുമ്പോഴും തിരുമേശ എടുക്കുമ്പോഴും ഒരു ഭക്തൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. നാം വെറുതെ വന്ന് വെറുതെ പോകുന്നവരായിട്ടായിരിക്കരുത്. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. അവൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥന കുറവായതുകൊണ്ട് അന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, ഓ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഓ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ഓ തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ, ഓ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ ഓ തണുപ്പിക്കുന്നൻ ഹൃദയം. ഓ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ഓ തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കാൽക്കൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ സാന്നിധ്യത്തിൽ. ഓരോ ദൈവവൈതലും ഇന്ന് EPC ഹോളിലല്ല വന്നിരിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ അവൻ്റെ ശബ്ദമുണ്ട്, അത് അതിവേഗം ഓടുന്ന വചനമാണ്, ശക്തിയോടെ മുഴങ്ങുന്ന വചനമാണ്.
ഞാൻ പലപ്പോഴും പറയും, ദൈവം ശുശ്രൂഷിക്കുന്ന ഒരു ശക്തിയോട് പറയണം. ഇത് ശക്തിയുള്ള വചനമാണ്. ഹല്ലേലൂയ. ചില ദൈവദാസന്മാർ ഉണ്ട്, അവർക്ക് മൈക്ക് പോലും വേണ്ട. ഹല്ലേലൂയ. അത്രയ്ക്ക് ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബന്ധങ്ങൾ മുറിയാൻ കാരണം ദൈവ സാന്നിധ്യം അനുഭവിച്ചതുകൊണ്ടാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഞങ്ങൾ ഈ ഫാമിലി കൗൺസിലിംഗ് നടത്തുന്നവരാണ്. ഫാമിലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വിഷയം, അത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ വേറെ. അവരുടെ വിഷയങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം, ഇവർ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇത്രയേ ഉള്ളൂ സ്തോത്രം. നിങ്ങൾ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക, എനിക്കറിയാം. ഒരു ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞാൽ അവനറിയാം ഈ പ്രോബ്ലം ആരെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. ഞാൻ പലപ്പോഴും വെഡിങ് സെറിമണി നടത്തുമ്പോൾ പറയും, ബോത്ത് ആർ അൺഫിനിഷ്ഡ് വെസൽസ്. ഹസ്ബൻഡും വൈഫും ഒരുപോലെ മനസ്സിലാക്കേണ്ടത് രണ്ടുപേരും ആരാ? ഇതുവരെയും ഫിനിഷ് ആയിട്ടില്ല. ബട്ട് വൺ ഗുഡ് ന്യൂസ് ഈസ് വി ആർ സ്റ്റിൽ ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കരങ്ങളിലായതുകൊണ്ട് കുറവ് ഒരുവൻ പണിയുന്നവൻ ഒരുവനുണ്ട്. സ്തോത്രം. അപ്പൊ ബന്ധങ്ങൾ അത് സഭയിലായാലും കുടുംബത്തിലായാലും ആര് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നോ അവർക്ക് വിഷയങ്ങൾ വിഷയമല്ല. നിങ്ങൾക്കറിയാമോ, ഒരു ചെറിയ റീസൺ നോക്കിയിട്ട് ഒരു ബന്ധവുമില്ലാതെ സഭ വിട്ടു പോകുന്നവരറിയാമോ? എന്താ കാര്യം? ദൈവസാന്നിധ്യം അവർ അനുഭവിച്ചറിയുന്നതിന് യോഗം കൂടെ വന്നവരാ. സൺഡേയിൽ എന്തുകൊണ്ടാണ് വീട്ടിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് ഇങ്ങ് പോകുന്നതാ. ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ അതിനാ പ്രയോറിറ്റി, വേറെ ഒന്നിനുമല്ല പ്രയോറിറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സൂചിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കുടുംബ ജീവിതത്തിലാണെങ്കിൽ ഒരു കാര്യം പറയാം, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ആ മുറിക്കകത്തുനിന്ന് ഒരു കുടുംബത്തെ കൗൺസിൽ ചെയ്തു. രണ്ടുപേരും യോഗത്തിൽ വരത്തില്ല. പിന്നെ എന്തോ കൗൺസിലിങ്ങിനാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആദ്യം യോഗത്തിൽ വരാൻ പഠിക്കുക. നിങ്ങൾ ഒരു എസ് എന്ന് പറഞ്ഞു. നിങ്ങളും ആ കൂട്ടത്തിലാണോ? അല്ലെന്നേ. കൂട്ടായ്മയും കൂടിവരവും ദൈവമക്കളുമായുള്ള സംസർഗവും ദൈവസ്ഥാനവും നഷ്ടപ്പെടുത്തിയാൽ ജീവിതം മുഴുവനും കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. തുടങ്ങിയപ്പോഴേ ഇങ്ങനെയായില്ലയോ? ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ആ പുള്ളിക്കാരന് 3 ക്ലാസ് ഈ പട്ടണത്തിലെ സർട്ടിഫൈഡ് കൗൺസിലറിന്റെ വീട്ടിൽ അടുക്ക് പോയിട്ട് വന്നവരാ. മനസ്സിലായോ? പൈസ കൊടുത്ത് ചുമ്മാതല്ല പോയത്. ആ പൈസ സ്വത്രാജിട്ടിരുന്നെങ്കിൽ സണ്ടല് ഇങ്ങോട്ട് തരാൻ വിളിക്കുന്ന അതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായവർക്കായ സോദരം. സ്പെഷ്യലൈസ് ചെയ്ത കൗൺസിലിംഗിൽ ഡിഗ്രി ഡോക്ടറേറ്റ് പ്രാപിച്ച ഒരു സഹോദരൻ്റെ അടുത്ത് പോയി പൈസ കൊടുത്ത് 3 കൗൺസിലിംഗ് കഴിഞ്ഞു. 4ാമത്തെ ഈ പാവപ്പെട്ട അടുത്ത് വന്നത്. ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഒരു കൗൺസിലിംഗ് കൂടെ തരാം, ആദ്യം യോഗത്തിന് വാ. ഇന്ന് ദൈവസഭയിലെ ഇല്ല ആ കുടുംബം. ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന ദൈവ സാന്നിധ്യമില്ലാത്തതുകൊണ്ടാണ്. പിശാച് കുടുംബജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. കുടുംബ പ്രാർത്ഥനയും സഭയുടെ ആരാധനയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. നിങ്ങളെ നിർത്തുന്ന ഈ വചനമാ ഒരു ടാക്ടിസുമല്ല. വിദ്യ അഭ്യസിച്ച ഒരു കൗൺസിലറും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
പരിശുദ്ധാത്മാവ് മാത്രമേ നേരെ വഴിയിൽ നമ്മെ നടത്തുകയുള്ളൂ. തിരുവചനത്തിൽ യാക്കോബ് ഒരു വാക്യം പറയുന്നുണ്ട്, നിങ്ങളിൽ ജ്ഞാനം കുറവാകുന്നെങ്കിൽ. എന്തുവായി ജ്ഞാനം? വിസ്ഡം, ഹെവൻലി വിസ്ഡം. ഒരു വിഷയം മുൻപിൽ വന്നാൽ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അതിന് ഒരു കൗൺസിലിങ്ങിനും പറ്റത്തില്ല, ദൈവത്തിനേ പറ്റത്തുള്ളൂ. ഒരു നല്ല സ്വന്തം പറയാമോ? ഇനി മടങ്ങി വരട്ടെ. ഈ വീട് അറിയാൻ വയ്യാത്ത ആരും, കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാനിതൊന്ന് പറഞ്ഞതാണ് ഇടയ്ക്ക്. ആരുടെ വീടാ? ശിമോന്റെ വീട്. രണ്ട് വ്യക്തികളെ ഇവിടെ പ്രധാന വ്യക്തികളായിട്ട് കാണുന്നു, യേശുവിനെ മാറ്റിയെടുത്തിട്ട്. ഒന്ന്, യേശുവിനെ കൂടെ, യേശുവിനെ തന്നെയല്ല, ഏതായാലും എൻ്റെ വീട്ടില് ഒരു നല്ല പാർട്ടി നടക്കുന്നു, ഒന്നീ താങ്ക്സ് ഗിവിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആട്ടെ, പക്ഷെ നമുക്ക് ആ പുള്ളിയെ കൂടെ ഒന്ന്, ഞാൻ ആ ലാംഗ്വേജ് മനസ്സിലായോ? അവൻ ദൈവപുത്രനാണെന്നോ മശിഹ ആണെന്നോ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പരീശിലെ വിളിച്ചത്. പരീശിന്റെ സ്വഭാവം അറിയാമല്ലോ. ശനിയാഴ്ച രാവിലെ മുതൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇവിടെ തിന്നുന്നുണ്ടോന്ന്. അല്ല, ബൈബിളിലെ കാര്യമാണ് പറഞ്ഞത്. പോകുന്ന വഴി കതിര് പറഞ്ഞു, അയ്യോ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നോക്കി നടക്കുന്ന പരീശൻ നസ്രയനെ എന്തിനാ വിളിച്ചതറിയാമോ? രണ്ട് കാര്യം. അത് ശരി, ഒന്ന് ശരിയാ, ഇവനെ വിളിച്ചിട്ട് വേണം ഞാൻ ആരെന്ന് ഇവരോടൊന്ന് പറയാൻ. അവന്റെ മഹത്വം, അവന്റെ പ്രൗഢി കാണിക്കാനാ. ഇന്നിനി ബാക്കിയുള്ള സമയം നിങ്ങൾ സ്വതന്ത്രം സഹകരിച്ചിരിക്കണേ എന്ന് വിചാരിച്ച് ഇതുവരെ സഹകരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കൂടുതൽ. ലിജിഭാഷ പറയുമ്പോൾ സ്വതന്ത്രം പറഞ്ഞില്ലെന്നും കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി കൂടുതൽ വേണമെന്നേ പറഞ്ഞുള്ളൂ, ഞാൻ അദ്ദേഹം പറയുന്ന കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ, ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്വതന്ത്രം വിളിച്ചത് അവന്റെ മഹത്വവും അവന്റെ പ്രൗഢിയും കാണിക്കാൻ ഇന്ന് ഒത്തിരി ഉണ്ട്. ഇത് വിളിക്കേണ്ടവനെ വിളിക്കേണ്ടതുപോലെ വിളിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വിളിക്കേണ്ടവനെ വിളിക്കേണ്ടതുപോലെ വിളിക്കുമ്പോൾ വരാൻ പറ്റാത്തതുകൊണ്ടാണ് വിളിക്കേണ്ടാത്തവരെ വിളിക്കുന്നത്. അത് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഒരു കാര്യം പറയുന്നുണ്ടായി, എനിക്കത് വിരോധമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവേ, എൻ്റെ ചോദ്യം, അവനെ സ്റ്റേജിൽ നിന്ന് വചനമെടുക്കാൻ ആരാ അധികാരം കൊടുത്തത്? ജീവന്റെ അപ്പമാണെന്നും പിന്നെ ബാക്കി എന്തുവാ വാതിലാണെന്നും ഇടയനാണെന്നൊക്കെ പറഞ്ഞു. ദൈവസന്നിധിയിൽ വരാത്തവനെ ഈ തിരുവചനം എടുത്തു പറയുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ആദ്യം അവനെ ഇരുത്തി വചനം കേൾപ്പിക്ക. നിങ്ങൾക്കറിയാമോ, ഈ സ്റ്റേജിൽ ഇവൻ യേശുവാണ് എല്ലാം പറയും, മറ്റടുത്ത് പോയി മറ്റേ പുള്ളിയാണെന്നും പറയും. നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഇത് നേതാക്കന്മാരെ ലോകം മാനിക്കും. എന്നാ ഈ ചോട്ടാപ്പുള്ളികൾ എന്താ വിളിക്കാൻ? ഞങ്ങളുടെ ഒരു കുടുംബ പ്രാർത്ഥന എന്താ ഇയാളെ വിളിക്കാത്ത? ഒരു കോട്ടേജ് മീറ്റിങ്ങിന് അവിടുന്ന് ആളില്ലെന്നേ, ഞങ്ങളുടെ പ്രതാപം കണ്ടോ? അതുകൊണ്ട് അയ്യോ ഇത്രയും ആൾ, ഈ പുള്ളി എന്തിനാ വന്നോ വോട്ട് കിട്ടാനാ? എനിക്ക് വി ഡി സതീശനോട് പ്രയാസമൊന്നുമില്ല കേട്ടോ, എൻ്റെ വളരെ അടുത്ത സ്നേഹിത അല്ലേ മാച്ചമ്പതേ. എനിക്ക് ആരോടും പ്രയാസം, പക്ഷേ എനിക്ക് ദൈവഭക്തൻ്റെ തീരുമാനമാണ് വിഷയം. ഒരു നല്ല സഹോദരനൊക്കെ പറയണേ.
ഞങ്ങൾ വലിയ ഒരു ക്രിസ്മസിന് ഈ ക്രിസ്മസിന് വലിയ ഇത് ഒരാഴ്ചത്തേക്ക് ഫെസ്റ്റിവൽ, ഞങ്ങൾക്കൊരു ക്രിസ്മസ് ആഘോഷമൊന്നുമില്ല അവിടെ, പക്ഷേ ക്രിസ്മസിന് ഒരു ചാൻസ് കിട്ടും. ഈസായി ഒങ്ക ബടാദിൻ എന്ന് പറയും. അതുകൊണ്ട് പലരെ വിളിച്ചാൽ അന്ന് യോഗത്തിന് വരും. ഞങ്ങളുടെ ദേവദാസനാണ് വിനോദ് ഡേവിഡ്, അവർക്ക് ഷെറിനറിയാം. വലിയ പാർക്കിൽ വലിയൊരു മീറ്റിംഗ് മേടിച്ചു, മസീഹി മഹോത്സവം എന്ന് പറഞ്ഞ ഹിന്ദിയിലാണ്. ഞാൻ അവിടെ ശുശ്രൂഷിക്കുന്നത്, ഞാൻ എന്തപ്പോൾ ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ലീഡറും അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ പുള്ളിക്കറിയാം, ഈ പാസ്റ്റർക്കറിയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. പുള്ളി എന്നോട് വന്ന് പറയാ, പാസ്റ്റർ ദേഖത്തെ ജാനാ മേ ക്യാ കർനാ ജാ രഹാ ഹൂം. അധികം പ്രയാസപ്പെടുന്നത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോണമെന്ന്. ഇയാളെ പറ്റിയൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞിട്ട്, എന്നാൽ ഇയാളെക്കാൾ വലിയ ഒരുവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങി പുള്ളി. അത് ഞങ്ങളുടെ ദൈവദാസൻ പാസ്റ്റർ മാത്യു മന. ക്ഷമിക്കണേ. ഇപ്പോൾ ഈ സാബ് മാത്യുമൻ കോ ഹാർ പൈനായെങ്കിൽ, നാട്ടിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുള്ളതാണ് കേട്ടോ, എത്രയോ ഹാർ ഉണ്ടോ വന്നിട്ട് അതിനുവേണ്ടി മാത്രമാണ് പോകുന്നത്. അത്രക്കുറിച്ച് പോകുന്നതിന് കുറവൊന്നുമല്ല. നോട്ടുമാല വരെ കിട്ടുള്ളൂ. പിന്നെ അന്നോ ये साहब ये बड़ा साहब को अभी हार पहना देंगे. അദ്ദേഹത്തെ വന്നു, അദ്ദേഹം എന്നെ ആറിട്ടു എന്നിട്ട് പറയും, ഇസ്സേ ഭി എക് ബടാ ഇധർ ആയാ ഹൈ. ശരിക്കും കേൾപ്പിച്ചു. वो सृजनहार परमेश्वर प्रभु यीशु मसीह है. അനങ്ക സംഭവിച്ചാൽ വിട്ടുമില്ല. ഈ വിനോദ് ഡേവിഡ് പോയി അയാളുടെ സൈഡിലൊക്കെ ഇരുന്നു ഇങ്ങനെ പിടിച്ചോണ്ട് 1.5 മണിക്കൂർ ഇരുത്തി വചനം കേട്ടു. രക്ഷിക്കപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഓൾട്ടർ കോളിൽ കൈപോക്കി. ബാക്കി എനിക്കറിയത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധന്മാർ നിൽക്കേണ്ട സ്ഥലമാണ്. ഞാൻ ഒരു കാര്യം വിചാരിച്ചു, ഈ വലിയ മഹോത്സവമൊക്കെ ആണെങ്കിലും വരേണ്ടവൻ വരാത്തോണ്ടായിരിക്കും വരേണ്ടവരെ വിളിച്ചത്. മനസ്സിലായില്ല? വരേണ്ടവൻ. ഞാൻ വാതിക്കൽ നിന്ന് ആരോടാ പറഞ്ഞേ? സഭയോട്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഇവർക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. അവനോടുകൂടെ കൂട്ടായ്മ. അതല്ലയോ ദൈവ സാന്നിധ്യം? എല്ലാറ്റിനും നമ്മൾ ഹോയ് ഹോയ് പറയരുത്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ദൈവമക്കൾ നിൽക്കണം. ഇവൻ വിളിച്ച അവന്റെ പ്രൗഢി കാണി തെളിവുണ്ട്. അത് യേശു തന്നെയാ പറയുന്നത്. ഞാൻ പിന്നീട് പറയാം. ഇവളെന്തിനാ വന്നറിയാമോ? ക്ഷണിക്കപ്പെട്ട് വന്നവരുമുണ്ട്, ക്ഷണിക്കപ്പെടാത്ത വന്നവളുമുണ്ട്. ഇന്ന് വന്നതല്ല, ക്ഷണിക്കപ്പെട്ടതല്ല. ക്ഷണിക്കപ്പെട്ടില്ലെങ്കിലും വന്നവർക്കായി സ്തോത്രം. അപ്പം ഞാനങ്ങ് വിചാരിക്കുന്നത് എല്ലാവരും ക്ഷണിക്കപ്പെട്ട് വന്നതാ. ആന്നോ അല്ലയോ? ആരാ ക്ഷണിച്ചത്? കർത്താവ്. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ വീട്ടിൽ ആരെങ്കിലും ക്ഷണിച്ചിട്ട് ചായ കുടിക്കുന്നതെന്ന് ചോദിക്കുമോ? ക്ഷണിച്ചിട്ട്, അല്ലാതെ വിസിറ്റ് ചെയ്യുന്ന കാര്യമല്ലേ ഈ പറഞ്ഞേ. ക്ഷണിച്ച് കഴിഞ്ഞിട്ട് സാബ് ലഞ്ചിക്കേലി ആനാട്ടിക്ക് ഒന്നിട്ട് ചായ കുടിക്കുന്നോ വെള്ളം കുടിക്കുന്നോ കഴിക്കുന്നോ എന്ന് ചോദിക്കുമോ? കൊടുക്കുകയല്ല, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് അവനാണ് ഇവിടെ വിളിച്ചതെങ്കിൽ ഓൾറെഡി ഫുഡ് പ്രിപ്പയറാ. ആണോ അല്ലയോ? അതെ.
ദൈവദാസന്മാർ തോന്നുന്നത് വന്ന് പറയാമല്ല ഇത്. അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഈ ദിവസങ്ങളുടെ മീറ്റിംഗ്. തോന്നൽ ദൈവാത്മാവ് ഒരുക്കി തരുന്നത് വിളമ്പുക. ഞങ്ങളൊന്നും വലിയ പാസ്റ്റർമാർ, ഞങ്ങൾ കേവലം സെർവൻസാ. പറയേണ്ടത് ആധികാരികത്തോട് പറയുന്നുവെങ്കിലും ഞങ്ങൾ സെർവൻസാ, യജമാനന്റെ. കരവറയിൽ നിന്ന് കിട്ടുന്നത് സപ്ലൈ ചെയ്യാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. എല്ലാ ക്രെഡിറ്റും പോകുന്നത് കരവറയ്ക്കാ. Praise the Lord. Praise the Lord. ക്ഷണിക്കപ്പെടാതെ ഒരുവൾ വന്നു. അവളെ കണ്ടപ്പോഴേ അന്തരീക്ഷം മാറി. എന്തോ അന്തരീക്ഷം? വിമർശനം. അവളെ പറ്റി എവിടാ ഇരിക്കുന്നത്? ആന്നോ? എല്ലാവരും ഉണ്ട് വീട്ടില്, ശിഷ്യന്മാരും ഉണ്ട്. പക്ഷെ ഇരിക്കുന്നവരെ പറ്റി അറിഞ്ഞവൾ ഒരുവളേ ഉള്ളൂ. ശിഷ്യന്മാർ 3.5 വർഷം കൂടെ തന്നെങ്കിലും വേണ്ടതുപോലൊന്നും അറിഞ്ഞില്ല കേട്ടോ. നോ, എന്തിനും കൊണ്ട് അറിഞ്ഞില്ലേ? വേണ്ടവർ അറിഞ്ഞോ? ഒരിക്കൽ കൊടുങ്കാറ്റ് തിരമാറി അവൻ സാധിച്ചപ്പോൾ തമ്മിത്തമ്മ പറയാ, ഇതൊക്കെ പറഞ്ഞ ഇവൻ ആരാ? ഒന്ന് ചിന്തിച്ച് നോക്കിയത്. അപ്പൊ അറിഞ്ഞോ? ശിമോന്റെ വീട്ടിൽ വന്നിരിക്കുക. ഇവൾ മുൻപോട്ട് വന്നു. വിമർശനം പലതുമുണ്ട്. ഞാൻ ഇന്നലെ അത് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു. വിമർശിക്കുന്നവരെ അവക്ക് വിഷയമല്ല. നമ്മളെല്ലാത്തിൻ്റെയും പുറകെ പോകരുത്. ഫലമുള്ള മാവേല് എന്തുള്ളൂ? ഏറുള്ളൂ. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് ഏറി കിട്ടുന്നല്ല, അതല്ല ഞാൻ ഈ പറഞ്ഞ്. ഫലമുള്ളതിന് ഏറ് കിട്ടും. ഏറ് കൊണ്ടുകൊണ്ടാണ് ഇവിടെ വരെ വന്നത്. നിങ്ങളൊക്കെ കാണുന്ന ദേവദാസന്മാർ സ്റ്റേജിൽ ദൈവത്തെ മഹത്വ ദേവദാസന്മാരെന്നും ഈ കയറി നിൽക്കുമ്പോൾ ഒത്തിരി പറയും അവരുടെ ലൈഫിൽ നോക്കണം അവർ പോയ വഴികൾ. ഭക്തന്മാരായി ജീവിക്കുന്നവർ, ഏറുണ്ടെങ്കിൽ, പ്രതികൂലമുണ്ടെങ്കിൽ കർത്താവ് നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനല്ലേ? അതെ. മുമ്പോട്ട് ഇവൾ മുൻപോട്ട് വന്നു. പലരും പറഞ്ഞു കാണും, ആ കാശ് ഇതെന്തിനാ, ഇത് എന്തുകൊണ്ടാണ് വന്നത്? ഉള്ളത് മുഴുവനും അവൾ ശേഖരിച്ച് മാറ്റിവെച്ചിരുന്ന അവൾക്കുള്ളതെല്ലാം. ഇതാ ആരാധന. ഒരു നല്ല സോദരൻ പറഞ്ഞാട്ടെ, ഇതാ ആരാധന. എന്തുവാ? ജീവനും 12:1 ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. അറിയാവുന്ന പാട്ടുപാടുന്ന അല്ല ആരാധന. ജീവിതത്തെ സമർപ്പിക്കുന്ന വേദിയിൽ ഉള്ളതെല്ലാം കൊണ്ടാ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? കാഴ്ച എന്നല്ലേ പറയുന്നത്, ആ പണസഞ്ചിയിൽ പൈസ ഇട്ട സഹോദരി ഉണ്ടല്ലോ, വിധവ, പരീശന് വിട്ടു. യേശു കണ്ടത് 2 കാശല്ല. അവരുടെ കയ്യിൽ ബാക്കി എന്തുണ്ട് അത് നോക്കുന്ന ഒരു ദൈവമാകട്ടോ. ഞാൻ ഇന്ന ചെയ്തു, ഇത്ര ചെയ്തു, അത് ചെയ്തു, അവിടെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിലും നാം എങ്ങനെ ചെയ്യുന്ന അറിയുന്ന ഒരുവനുണ്ട് അവിടെ. അവൾ കണ്ടത് 2 കാശല്ല. അവൻ കണ്ടത് അവളുടെ കയ്യിൽ ബാക്കി വീട്ടിൽ എന്തുണ്ടെന്നുള്ളതാണ് കണ്ടത്.
അവളുള്ളതെല്ലാം കൊടുത്തു. ഇവളും അങ്ങനെയാ വന്നിരിക്കുന്നത്. അവള് കാലയില് തലയില് എല്ലാം ഒക്കെ ഒഴിച്ചു. എന്തുവാ ഒഴിച്ചത്? ഈ കൊണ്ടുവന്നത് നാഥന് വേണ്ടി കൊണ്ടുവന്നതാ. എന്താ കാര്യം എന്നറിയാമോ? എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ക്ഷണിക്കാത്തത് കൊണ്ട് വിരുന്ന്, നമ്മളൊരു കല്യാണത്തിന് പോയി നമ്മൾ ക്ഷണിക്കാതെ തന്നാൽ എന്ത് ചെയ്യും? സീറ്റ് പോലും കിട്ടുന്നില്ല. പേര് ലിസ്റ്റിൽ പേരില്ല. 5 ദിവസം ഞാൻ കല്യാണത്തിന് പോയി, ഞാൻ ഒത്തിരി നോക്കിയിട്ടില്ല, പേര് കണ്ടില്ലെന്നേ. വിഷമിച്ചു പോയി. മാത്യുമ്മൻ തന്നെ പേര്. അപ്പം എമ്മ നോക്കിയത് ഓയിലായിരുന്നു കണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ തൈയെല്ലാം കെട്ടി സൂട്ടൊക്കെ ഇട്ടിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ പേരില്ലെങ്കിൽ ആത്മീയ ഇത് കിട്ടിയോ? അങ്ങ് ചെല്ലുമ്പോൾ പേരില്ലെങ്കിൽ മണവാളന്റെ കല്യാണ സദ്യക്ക് ചെല്ലേണ്ട ഒരു ദിവസം കൊണ്ട് അവിടെ ചിലപ്പോൾ പേരില്ലെങ്കിൽ ലജ്ജിച്ചു പോകുമെന്ന്. സാപ്പാട് കിട്ടിയോ കിട്ടുമോ ഇതല്ല വിഷയം. ഐ ആം ഹിയർ ബിക്കോസ് ഹീ ഈസ് ഹിയർ. ഇന്ന് പറയാമോ? നിന്നൊന്ന് പറയാമോ? ഞാൻ വെറുതെ വന്നതല്ല, അവനിവിടെ ഉള്ളതുകൊണ്ടാണ് വന്നെന്ന്. ഒരു നല്ല സ്വന്തം പറയാമോ? ഇന്ന് രാവിലെ ഒരു ദേവദാസൻ എന്നെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. പക്ഷേ ചില വിഷയങ്ങളോട് ഞാൻ പറഞ്ഞു വരണം. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എനിക്ക് വരാനാ താല്പര്യം, പാസ്റ്റർ പറഞ്ഞാൽ മതി വരാൻ. ഇത്രയേ ഉള്ളൂ സഹോദരം. അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവസഭയ്ക്ക് വേണ്ടത്. ഒരു സഹോദരനൊക്കെ പറയാമോ? നിങ്ങൾ ചിന്തിക്കുക, ഈ വ്യക്തി ആരാന്ന്? ഞാൻ തന്നെയാ. ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രസംഗം കേൾക്കുമോ? നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിലോ? എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളും കേട്ടോ. നിങ്ങൾ ആ വിഷയം മനസ്സിലാകുന്നുണ്ടോ? ദൈവാലയത്തിൽ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്കൊരു റോൾ ഉണ്ട് ഇവിടെ. അങ്ങനെ ചിന്തിക്കുന്നവൻ മാത്രമേ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാതിരിക്കത്തുള്ളൂ. എൻ്റെ ആബ്സെന്റ് എൻ്റെ സഭയിൽ ഉണ്ടാകരുത്. എൻ്റെ ദൈവം എന്നോട് സംസാരിക്കാൻ ഇന്നു പകലും ആഗ്രഹിക്കുന്നത് കേൾക്കാൻ എനിക്ക് പോകണം. അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആലയത്തിൽ പോയി അവനെ ആരാധിക്കണം. അതല്ലേ പൗലോസ് പറയുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. സ്തോത്രം. ഞാനിവിടെ വന്ന് എന്നെ ആരും വിളിച്ചു, പക്ഷേ ഒരുവൻ ഇവിടെയുണ്ട്. അവൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നേ. ദൈവമക്കളെ, ഇന്ന് തയ്യാറാക്കിയ പ്രസംഗം പ്രസംഗിക്കാൻ ഒന്നുമല്ല ഞാൻ വന്നത്. അവനിവിടെ ഉള്ളതുകൊണ്ടാണ് വന്നേ. അവന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യണം. മനസ്സിലായ സ്തോത്രം. അവന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയപ്പെട്ടവര് പറയാതെ പോയെങ്കിലും ഞാൻ പറയാം, ചിക്കാഗോയ്ക്കാണ് പോയത്. അവിടെ സഹോദരിയുണ്ട്. 6 വർഷമായി 6 വർഷമായി ഒരേ കിടപ്പാ. ആരംഭത്തിൽ കാലിന് വേദന, ഇതിന്, പിന്നെ രണ്ടാമത്തെ കാലിന്, പിന്നെ ഇവിടെ എന്താ അതിന് പറയുന്നത്, ALS. അപ്പോൾ ഇവിടെ വരെ തളർന്ന് കിടക്കുക. 6 വർഷമായി. ഇനിയും കുറച്ച് നാൾ കിടക്കും. തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട്. സംസാരിക്കാൻ വയ്യപ്പം, സ്വന്തം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ട്യൂബൊക്കെ ഇട്ട് തുടങ്ങി.
എല്ലാ സൺഡേയിലും ആരാധനയ്ക്ക് പോകും. നമുക്ക് ഈ കാലിനൊരു വേദന തുടങ്ങിയാൽ പിന്നെ പോകത്തില്ല. ചിലതൊക്കെ പഠിക്കണം. ആ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജോലി രാജിവെച്ച ഭാര്യയെ ശുശ്രൂഷിക്കുക. നിങ്ങൾക്കറിയത്തില്ല, ശരീരമായി കിടന്ന് വണ്ണമൊക്കെ സ്കിന്നി ആയിരുന്നു, പക്ഷേ വണ്ണമായി. ആ ശരീരം എല്ലാം ഉടുപ്പിച്ച് എല്ലാം ചെയ്ത് വെളുപ്പിന് 5 മണിക്ക് തുടങ്ങി. എന്തിനാ ഈ പുള്ളിക്കാരത്തെ കൊണ്ട് ആരാധനയ്ക്ക് പോകാൻ? ആരുടെ ഡിസയറാ? പുള്ളിക്കാരത്തേക്ക് ഡിസയർ. സഹോദരിക്ക് ആരാധനയ്ക്ക് പോയേ പറ്റൂ. യോ, ഇത്രയും സ്വത്രമുള്ളേ. എനിക്ക് ആ പുള്ളിക്കകത്ത് സ്റ്റേറ്റ് ഞാൻ എനിക്ക് ആരാധനയല്ല വിഷയം. അവിടെ പോയാൽ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം. ചന്ദ്രൻ പറഞ്ഞു, ആ സഹോദരി സാക്ഷ്യം പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യവും കൈക്ക് ബലമുള്ളപ്പോൾ കൈകൊട്ടി ആരാധിച്ചോണം കേട്ടോന്ന്. മൈക്ക് കൊണ്ട് കൈ പിടിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ആരെങ്കിലും മൈക്ക് എടുത്താൽ സാക്ഷ്യം ഇപ്പോഴും പറയും. സാക്ഷ്യം എന്താ പറയുന്നത്? ഞാൻ പറയട്ടെ, ആ സഹോദരി ഈ സ്റ്റേജ് എന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ഭാര്യ ഭർത്താവും കൂടെ പാട്ട് പാടിയപ്പോഴും നല്ല ശക്തിയോടും കരങ്ങളടിച്ചും പാടുന്ന വ്യക്തിയാണ്. അല്ലാതെ അന്ന് പാടാത്ത ആളൊന്നുമല്ല. ആരോഗ്യമുള്ളപ്പോൾ, കരത്തിന് ബലമുള്ളപ്പോൾ, വായിൽ നാക്കിന് ബലമുള്ളപ്പോൾ, ശബ്ദമുള്ളപ്പോൾ. ഇതെന്തിനാ ഈ ആരോഗ്യം തന്നത്? അവന് വേണ്ടിയാ. വിദ്യാഭ്യാസമോ ആരോഗ്യമോ സമ്പത്തോ കഴിവോ ശബ്ദമോ ബലമോ എല്ലാം മഹത്വത്തിന് വേണ്ടിയാ. മൗനമായിരിക്കരുത്. അവള് വന്ന് ഉള്ളതെല്ലാം കൊടുത്തു. അവൾക്ക് ഒരു പാട്ട് പാടാൻ കൊടുത്താൽ, മാത്യുമ്മനെ പോലെ അവൾ ഒരു പാട്ട് പാടും. ജയ്സനെ, എൻ ജീവനെ കാളും നീ വലിയ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ഓ ആരാധന 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 യേശുവിന് ആരാധന 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 ആരാധന. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ പാടിക്കാട്ട്. പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ ആരാധന 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 യേശുവിന് ആരാധന ആരാധന ആരാധന
യേശുണ്ട്, വീട്ടുകാരൻ അവന് സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞില്ല. കൂട്ടത്തിൽ യേശുണ്ട്, കൂടെയുള്ളവർ അവനെ മനസ്സിലാക്കിയില്ല. ഒരുവൻ മാത്രം വരിക ഇങ്ങോട്ട്. വന്നപ്പോൾ യേശു പല കാര്യം പറഞ്ഞപ്പോൾ വീട്ടുകാരൻ തന്നെയാണ് പറയുന്നത്, അവൻ്റെ മനസ്സിലുള്ളത് യേശു പറഞ്ഞു. പറഞ്ഞില്ല കേട്ടോ. എന്തോ മനസ്സിലുള്ളത്? ഇവനൊരു ആയിരുന്നെങ്കിൽ. ആ ആ ഉള്ളിൽ പറഞ്ഞു. ഒരു സ്വതം പറയാം, ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ ഉള്ളിലെ കാര്യം അറിയത്തില്ല. പുറമേ സ്തോത്രം പറയുമ്പോഴും ഉള്ളിൻ്റെ സ്തോത്രം അറിയാത്തില്ല ഞങ്ങൾക്ക്. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നേ. ഇന്ന് ഒത്തിരി ഹിപ്പോക്രസി നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയമാണ്. ആത്മീയരായി അഭിനയിക്കുന്നവർ. അവനും പറയാൻ കഴിയും, നിങ്ങളൊന്നും വലിയ പറയാൻ, എൻ്റെ വീട്ടിലും പാവം വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് അസ്രായേലുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്തതാണെന്ന് കഴിക്കാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു ഗുണവുമില്ലാത്തവനെ വീട്ടിൽ വിളിച്ച് കൊടുത്തിട്ട് പറയും ഞാൻ അവനെ. ഞാൻ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാത്തവനെ വീട്ടിലും കയറ്റരുത്, ആവശ്യമില്ലാത്തവൻ ചെക്കിന് കൊടുക്കരുത്. നല്ല സ്വതന്ത്രത എല്ലാവരും പറഞ്ഞില്ല, കൊടുത്തു. അതിനും നല്ലത് വേണ്ട. ബംഗ്ലാദേശ് സ്റ്റേജ് നടക്കുന്നുണ്ട്, പിള്ളേർക്ക് വല്ലതും മേടിച്ചു കൊടുക്കുന്നേ. കാരണം എന്താ കാര്യം? ദൈവം അറിയാത്തവന് 5 പൈസ കൊടുത്താൽ നിനക്ക് പ്രതിഫലമില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ഈ ടെമ്പോയൊക്കെ അറിയാമല്ലോ നിനക്ക്. ഒരു കുഞ്ഞിന് വേണ്ടിയോ, ഒരു വ്യക്തിക്ക് വേണ്ടിയോ, ഒരു സഭയ്ക്ക് വേണ്ടിയോ, ഒരു പാസ്റ്റർക്ക് വേണ്ടിയോ ഒരു പൈസ കൊടുക്കരുത്. ഹല്ലേലൂയ. ഇങ്ങനെ സഭ പറഞ്ഞു ഞങ്ങൾക്ക്. കൊടുക്കുന്നെങ്കിൽ അവന് കൊടുക്കണം. അവൻ പാവപ്പെട്ടവനായതുകൊണ്ട് അവന് കൊടുക്കും. വനത്തിലെ 1000 സമ്പത്ത്, ഒരു ആനക്കൊമ്പിന്റെ വില. അപ്പൊ അവന്റെ പക്കൽ എത്ര കൊമ്പുണ്ട്? ഒരു ചന്ദ്രത്തടിയുടെ വില. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ അവന്റെ അവകാശം ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിക്കുന്ന പൊന്നിനേക്കാൾ. അങ്ങ് ചെല്ലുമ്പോ കിട്ടുന്ന അവകാശത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നില്ല. പാടിയാൽ നിങ്ങളും പാടും, ഞാൻ പാടുന്നില്ല, പക്ഷെ പറഞ്ഞു വിടാം. മണ്ണെ പ്രതി ഇവന് മനസ്സിലായില്ല ഇവനാരും. മനസ്സിലായി പറയും അങ്ങനെ. വീട്ടിലിരിക്കുന്നവന്റെ മഹത്വം മനസ്സിലാകാത്തവൻ ഇന്നിവരിവിടെ ഉണ്ടെങ്കിൽ അവന്റെ മഹത്വം മനസ്സിലായോ? ഞാനതാ കഴിഞ്ഞ 2-3 ആഴ്ചയായി പ്രസംഗിക്കുന്നു. മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് ഭവനത്തിൽ വെളിപ്പെടണം, സഭയിൽ വെളിപ്പെടണം. അവന്റെ മഹത്വം അറിഞ്ഞില്ല. ഇവൻ പ്രവാചകൻ ആയിരുന്നെങ്കിൽ. അപ്പൊ എന്തിന്റെ അർത്ഥം? ഇവൻ പ്രവാചകനുമല്ല, ഒന്നുമല്ല. പിന്നെ എന്തിനാ വിളിച്ചേ? ഫോർ പീപ്പിൾ എന്നെ ഒന്ന് അറിയാനാ വിളിച്ചേ. അതാ അതിൻ്റെ അർത്ഥം. ഈ ദേശത്തൊക്കെ ചേട്ടൻ സഹോദരങ്ങൾ പറഞ്ഞു, നിനക്ക് പോപ്പുലാരിറ്റി വേണോ? ഇവിടെ നിന്ന് പറയാം, അങ്ങോട്ട് എന്ന് പറയാൻ. അപ്പൊ സഹോദരന്മാർക്ക് വരെ അറിയാം ഇവന് പോപ്പുലാരിറ്റി ഉള്ള ആളാന്ന്. നമുക്ക് പോപ്പുലാരിറ്റി വേണ്ട. ഒരു നല്ല സ്വന്തം പറയാമോ? 1000 ശിമോന്മാരെക്കാളും അവന്റെ മഹത്വം അറിഞ്ഞ ഒരുവളെയാ ദൈവം നോക്കുന്നത്.
ഞാനങ്ങ് വിചാരിക്കുന്നത്, എൻ്റെ വിചാരമാണ്, അവക്ക് വേണ്ടി ആ വീട്ടിൽ വന്നവൻ. കാരണം നസ്രേനറിയാം ഇതുപോലെ ഒരു വഴി ഈ വീട്ടിൽ വരുമെന്ന്. ഒരു സ്വന്തം പറയണേ. അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് മകൻ ആരാധനാലയത്തിൽ വരുമെന്ന് അവൻ അറിയത്തില്ലേ? ഓ, അവനിവിടെയുണ്ട്. 10 പ്രാവശ്യം പറയണം അവനിവിടെ ഉണ്ടെന്ന്. 2, നീ എന്നെ വിളിച്ചത് എനിക്കറിയാം. നീ എന്നെ ആദരിക്കാൻ വിളിച്ചതായിരുന്നെങ്കിൽ യഹൂദനൊരു മര്യാദയുണ്ട്. ഒന്ന് വായിച്ചോ ഭാഷേ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ആ ആ ആ യഹൂദന്റെ നിയമം ഈ 3 കാര്യം ഒരു ഗസ്റ്റ് വന്നാൽ ചെയ്തിരിക്കണം. ഹോണർ ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ ക്ഷണിച്ചാൽ വരുന്നുണ്ട് അവന്റെ കാല് കഴുകണം. എന്നിട്ട് അവത്തോട് സ്വീകരിക്കുന്നത്. ഈ കാനാട് കല്യാണ ദിവസം ഉണ്ടായിരുന്നല്ലോ അത്. തൈലം എന്താ ചുമ്മാ അവർ ആലിംഗനം അറിയാമല്ലോ, വിശ്വസിമനം. പക്ഷെ ഇതെല്ലാം ആര് ചെയ്തു? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഭാഗത്ത് മാത്രമേ യേശു അങ്ങനെ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. പറഞ്ഞില്ലെങ്കിലും ഇവൻ എനിക്ക് ഒരുപക്ഷെ എൻ്റെ കാൽ കഴുകുമായിരിക്കും, ഇവൻ എനിക്ക് വിശുദ്ധമനം തരുമായിരിക്കും. അതിനൊക്കെ അർത്ഥം എന്തുവാ? കാല് കഴുകുമ്പോൾ ഇവൻ സമർപ്പിക്കുക ഈ ഗുരുവിന് മുമ്പിൽ. വിശുദ്ധം ചെയ്യുമ്പോൾ മറ്റവനെ എൻ്റേതായി ഏറ്റെടുക്കുക. ഇപ്പം ഭാഗ്യവശാൽ അതൊന്നുമില്ല. കോവിഡിനായി പിന്നെ അതുണ്ടെങ്കിലും വെറുതെ ഇട്ടിടിക്കുന്നതിലും അർത്ഥമില്ല താനും. ഒരു തോന്നൽ പറയാമോ? അറിയാവുന്നവർ മാത്രം പോയി ഇടിക്കത്തുള്ളൂ, മിണ്ടാത്തവരെ ഇടിക്കത്തുമില്ല. മനസ്സിലായില്ല? പിന്നെ ടോം പറഞ്ഞു തരും. അച്ഛാ ഇതെന്തോ ഈ പറയുന്ന ചോദിക്കുന്നത്. സ്വതന്ത്രം വേണേ. ഇത്രയും കാലം പറഞ്ഞിട്ട് ഇരുന്നുറങ്ങരുതേ. അവൻ ഇന്ന് പകൽ അവൻ ഇവിടെ വന്നപ്പോൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഈ ആലയത്തിൽ നിന്നെ അവൻ കൊണ്ടുവന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലയത്തിൽ വരെ കൊണ്ടെത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന ശത്രു പിശാച് നിന്റെ കഴിവിൻ്റെ മേന്മേൽ നോക്കി. ആരോഗ്യം വേണ്ടതുപോലെ ഡ്രൈവർ ഇല്ലാഞ്ഞിട്ടും ഏറ്റവും ദൂരത്തു നിന്ന് വരുന്ന ഒരു അച്ചായൻ, അതിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന ബ്ലസൻ, ബാക്കി ഞാൻ പറയണ്ടല്ലോ. ബാക്കി ഞാൻ പറയുവാണെങ്കിൽ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? നിങ്ങൾ എന്നെ വിശ്വാസികളില്ലേ? അത് നിങ്ങൾ മനസ്സിൽ കണ്ടെച്ചാൽ മതി. സ്വത്രം അയ്യോ ദ്വേഷമുണ്ട്. ഇത് ഞാൻ അടുത്ത ആഴ്ച കണ്ടുകൊണ്ട് ചെയ്യും. അടുത്ത ആഴ്ചയോട് വരണേ. മനുവിനോടാ പറഞ്ഞു. നമ്മളിൽ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ അവൻ. ചുമ്മാതെ വന്നിരുന്ന് മെനക്കെട്ട് മടങ്ങിപ്പോവാൻ ആത്മീയൻ വരരുത്. എന്ന് വെച്ചാൽ നാളെ പാഷ പറഞ്ഞില്ലയോ വരരുത്, അതുകൊണ്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞേക്കരുത്. ഇത് അങ്ങനെ പറയുന്നതിനുണ്ട് എല്ലിയ പാഷേ. അയ്യോ, മെനക്കെടാൻ വേണ്ടി ദൈവസന്നിധിയിൽ വരരുതെന്നാ പറഞ്ഞു. അവന് ചിലത് പ്രതീക്ഷയുണ്ട്. കുറഞ്ഞ വർഷം മഹത്വമായവരെ ഒന്ന് കണ്ട് അവന് മഹത്വം കൊടുക്കണം. ഞാൻ അർഹിക്കും, നീ എനിക്ക് തന്നില്ലല്ലോ, അതല്ലേ പറഞ്ഞേ?
നീ എന്നെ വീട്ടിൽ ക്ഷണിച്ചതാ, ഞാൻ വെറുതെ വന്നതല്ല. ഞാൻ അർഹിക്കുന്ന ചിലതുണ്ട്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ, അവൻ സ്തുതികൾക്ക് യോഗ്യനാ. ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെയാ ആരാധനയും സ്തുതിയും. യോഗ്യനായത് കൊണ്ടല്ലയോ വന്നിരിക്കുന്നത്. പാട്ട് കാണാതെ പാടുന്നുണ്ടാണ് വിഷയം. യോഗ്യൻ നീ, യോഗ്യൻ നീ. നോ 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 നോ. അവനിവിടെ ഉണ്ടെങ്കിൽ അവന് നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന ആരാധന. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കിയവരെ, വാക്കുകൾ ചുരുക്കാം. ഈ വ്യക്തി കർത്താവിന് മഹത്വം വേണ്ട മാന്യത കൊടുത്തില്ല. ദൈവം നിന്നെ ചേറ്റിൽ നിന്ന് ഉയർത്തിയതാ. അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകൂടെ പാടി. അയോഗ്യരായ നിന്നെ യോഗ്യരാക്കി തീർത്തതാ. ഓ, അവനുള്ള മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും അവൻ യോഗ്യനാ. ഇന്ന് പകൽ ആരോഗ്യം തന്നത് അവനെ ആരാധിക്കാൻ വേണ്ടിയാ. രണ്ട്, കർത്താവ് ആരെന്ന് അവന് മനസ്സിലായില്ല. അവൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവളൊരു ഭാവിയാണെന്ന് നമുക്ക് മനസ്സിലായനമല്ലോ എന്ന്. ഇവനെയും അറിയാം, അവളെയും അറിയാം. മകളെ, നീ സമാധാനത്തോടെ പോയിക്കോളാൻ. ഒരു സ്തോത്രമൊക്കെ പറയാമോ? അവളെ അവളായി കണ്ട ഒരുവൻ മാത്രം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അവള് ആയിരിക്കുന്ന അതേ സിറ്റുവേഷനിൽ അവളായി കണ്ടവൻ ഈ ഭൂമിയിൽ ആരുമില്ല കേട്ടോ. ചെറിയൊരു തെറ്റ് വരുമ്പോൾ രണ്ടുകൂടെ ചേർത്ത് നിന്നെ ഇല്ലായ്മയെ നോക്കുമ്പോൾ നിന്നെ തെറ്റിനോട് ചേർന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദൈവം അവളെ അവളായി അക്സെപ്റ്റ് ചെയ്ത ഒരു വിഷയം. അടുത്ത ആഴ്ച പറയാൻ പോകുന്ന വിഷയം പോയിന്റ് മാത്രം കാണിച്ചുകൊണ്ട് മനോജ് വന്നിട്ടേ. അയ്യോ, എന്തുവാ നമ്മുടെ വിഷയം? യേശുവിൻ്റെ തൃപ്പാദം. ആരൊക്കെ യേശുവിൻ്റെ തൃപ്പാദം ഇരിക്കുമെന്നറിയാമോ? ഒന്ന്, അതല്ലേ ഇപ്പോഴും തെളിവ്. രണ്ട്, സുബോധം കിട്ടിയവൻ. അതാരെന്നറിയാം? ഗദരദേശത്തെ പുള്ളിക്കാരൻ. അവനെ കണ്ടപ്പോൾ, അത് വായിക്കണം, അടുത്ത ആഴ്ച ഇത് വായിക്കണേ. അവനെ കണ്ടപ്പോൾ, ജനം അവനെ കണ്ടപ്പോൾ, വായിക്കണ്ട, അവൻ്റെ കാൽപാദം ഇരിക്കുന്ന കണ്ടപ്പോൾ ഭയന്നു പോയെന്ന്. ശവക്കോട്ട് തന്നപ്പോൾ ഇവനെ ആർക്കും ഒരു പേടിയില്ലായിരുന്നു. കാരണം എല്ലാം ഒരു ഗണത്തിലല്ലയോ. തൊഴിലൊന്നാകൊണ്ടെന്ന് വായിക്കമില്ലയോ? അതിനും വായിക്കോട്ടെ അല്ലേ പക്ഷേ? കാരണം അവരുടെ ഗ്രൂപ്പിൽ വലിയ പേടിയൊന്നുമില്ല ആർക്കും. ശവക്കൊട്ടയിൽ ഇവൻ കല്ലുകൊണ്ട് സ്വന്തം, ഈ കല്ല് എൻ്റെ ദേഹത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പേടിയുണ്ട് ആർക്കും. അന്നേരം പേടിയില്ല. യേശുവിനെ തൃപ്പാദം വന്നപ്പോൾ ഇവനെ ഭയമാണ്. ഒരു സ്തോത്രം പറയാമോ? ശത്രു നമ്മെ കണ്ടാ ഭയക്കണം. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാ. മൂന്ന്, നിസ്സഹായന്റെ നിലവിളിയാ അവന്റെ പാദം കൊണ്ടുവരുന്നത്. ഞാൻ പറയുമ്പോൾ പ്രാർത്ഥന എന്നുള്ളത് എന്താണെന്നറിയാമോ? നിസ്സഹായന്റെ നിലവിളിയാ. 4 വചനം പഠിക്കുക. അറിയാമല്ലോ, അറിയാം.
മാർത്തയെ ഞാൻ താഴ്ത്തി പറയുന്നില്ല കേട്ടോ. ആ മാർത്തയിലേക്ക് ഞങ്ങൾ വളരെ പ്രയാസത്തിലായി പോകും. മാർത്തയും വേണം, പക്ഷേ ഇവിടെ പ്രയോറിറ്റി എന്തുവാ? വചനമാണ്. അടുത്ത് നന്ദിയുള്ള ഹൃദയമുള്ളവൻ 10 സൗഖ്യം പ്രാപിച്ചു. ഭോഗയിൽ ആദ്യം ഇങ്ങനെ ഇരുന്ന കൈയൊക്കെ പോകുന്ന വഴിക്കാന്നേ അവൻ നോക്കിയപ്പോൾ ഉണ്ടായിരിക്കുന്നത്, മറ്റൊരു നോക്കിയില്ലയോ? ദൈവത്തിലെ നന്ദിയുള്ള ഹൃദയം വേണം. ഒരു സ്വന്തം പറയാം, നന്ദിയുള്ള ഹൃദയം. ഇതൊക്കെ അടുത്ത ആഴ്ചത്തെ പ്രസംഗ വിഷയമാണ് കേട്ടോ. ഇനി വരാൻ പറ്റാത്തവർക്ക് ദൂരം നിന്നൊക്കെ വരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അടുത്ത് 3.5 വർഷം കണ്ട യേശുവല്ല ഇപ്പോൾ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കാണുന്നത്. മറുവമലയിൽ കണ്ടവനുമല്ല. വെള്ളോടിന് സമനായ കാലുള്ളവൻ. ഈ യേശുവാ നമ്മുടെ യേശു. അവന്റെ കാൽക്കൽ വീഴുന്ന ഇന്നത്തെ വീഴ്ചയെല്ലാം മലന്നായിരിക്കുമ്പോൾ അവനെ കണ്ടവൻ കാൽക്ക് വീഴും. ഒരു നല്ല സ്വതന്ത്രം പറയാം, ഒരു നല്ല സ്വതന്ത്രം പറയാം, നല്ല സ്വതന്ത്രം. എന്തോന്നിനാ വീഴുന്നത്, എന്തോന്നിനാ എഴുന്നേറ്റ് പോകുന്നത്? അവന്റെ കാൽക്കൽ വീണാൽ അവൻ കരന്തെന്ന് പൊക്കും. ഭയപ്പെടണ്ട. ഞാൻ അല്പയും ഞാൻ മരിച്ചവൻ ആയിരുന്നു, പാസ്റ്റ് ടെൻസ്. ഇപ്പം ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലാ. ഭക്തൻ പേടിക്കരുത് മരണത്തെ. താക്കോൽ അവന്റെ പക്കല, ഡോക്ടറുടെ കയ്യിലല്ല. 7 നിലവിളക്കുകളുടെ നടുവിലുലാവുന്നവൻ. ഒന്ന് എഴുന്നേറ്റ് നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ മേശയിലേക്ക് പോവാം.